പ്രിയപ്പെട്ട BMC അഹ്ലൻ റമദാൻ പ്രേക്ഷകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമദാൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. കുറേ ദിവസങ്ങളായി വിശ്വാസി സമൂഹം വളരെ ഊർജത്തോടുകൂടി വ്രതാനുഷ്ഠാനം നടത്തി അതിൻ്റെ പരിസമാപ്തിയിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഈ ഒരു മാസത്തിൽ എന്ത് ആണ് കരസ്ഥമാക്കിയത്, എന്താണ് നേട്ടമുണ്ടായത് എന്നതിനെക്കുറിച്ചുള്ള ഒരു പരിചിന്തനമാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു പുനർവിചിന്തനമാണ് ശരിക്കും ഉണ്ടാകേണ്ടത്. നമുക്കൊരു കാര്യം തീരുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യം അവസാനിക്കാൻ പോകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ആലോചിക്കുന്നൊരു കാര്യം എന്താണ് ഇതിൽ നിന്ന് നേടിയിട്ടുള്ളത് എന്നുള്ളത്. നേട്ടമെന്ത്, കോട്ടമെന്ത്, കോട്ടമുണ്ടായിട്ടുണ്ടോ, നേട്ടമുണ്ടായിട്ടുണ്ടോ, അതല്ല അതേപോലെ നേരത്തെ ഉള്ള അതേ അവസ്ഥയിൽ തന്നെയാണോ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതൊരു വിഷയത്തെക്കുറിച്ചും നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെയൊക്കെ നേട്ടവും കോട്ടവും വരാറുണ്ട്. അപ്പോൾ നോമ്പിൻ്റെ നേട്ടമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് ദൈവബോധം ഉണ്ടാക്കിയെടുക്കുക എന്നതായിരുന്നു. അതെത്രത്തോളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു? സമാധാനത്തിൻ്റെ വഴിയിലേക്ക്, അല്ലെങ്കിൽ ശാന്തിയുടെ വഴിയിലേക്ക്, ദൈവത്തിൻ്റെ വഴിയിലേക്ക് നമുക്ക് എത്രത്തോളം ചേർന്നിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. പലപ്പോഴും മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനമെന്ന് പറയുന്ന മരണമാണ്. തുടക്കം ജനനമാണെങ്കിൽ അതിൻ്റെ അവസാനം മരണമാണ്. അത് ഈ ലോകത്തിൻ്റെ ജീവിതത്തിലെ അവസാനം മരണമാണെന്നേ ഉള്ളൂ. പക്ഷേ മനുഷ്യജീവിതം അവസാനിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് വേദഗ്രന്ഥങ്ങൾ മറുപടി നൽകുന്നത് മനുഷ്യജീവിതം അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. മരണം ഒരു ഡോർ മാത്രമാണ്, ഒരു വാതിൽ മാത്രമാണ്. അതിലൂടെ കടന്ന് മറ്റൊരു ലോകത്തിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മറ്റൊരു ലോകത്തിലേക്ക് നമ്മൾ പോകുന്നതിനെ നിഷേധിക്കുന്നവരുണ്ടാകും, അംഗീകരിക്കുന്നവരുണ്ടാകും. പക്ഷെ മതവിശ്വാസികൾ മൊത്തത്തിൽ അതിനെ അംഗീകരിക്കുന്ന ആളുകളാണ്. മറ്റൊരു ലോകമുണ്ട്, മറ്റൊരു ജീവിതമുണ്ട്. അത് ആ ഒരു ജീവിതത്തിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ ഇവിടെ ഈ ലോകത്ത് ജീവിച്ച ആ ജീവിതത്തെക്കുറിച്ചൊരു ഒരു കണക്കെടുപ്പുണ്ടാകും. അതിനെക്കുറിച്ചൊരു കൃത്യമായിട്ടുള്ള ഒരു നോട്ടമുണ്ടാകും, വിലയിരുത്തലുണ്ടാകും. ആ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യൻ അവൻ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്ന് തീരുമാനിക്കുന്നത് എന്ന ഒരു ആശയം എല്ലാ മതങ്ങളിലുമുണ്ട്. ഹൈന്ദവ, ക്രൈസ്തവ, ജൂത, ഇസ്ലാം മതങ്ങളിൽ ഈ ഒരു വിശ്വാസമുണ്ട് എന്നുള്ളതാണ്. അത് വേദഗ്രന്ഥം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമാണ്. അപ്പോൾ മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ ഇവിടെ താൽക്കാലികമാണ്. താൽക്കാലികമായ ഈ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മനുഷ്യനുമായി ലോകത്തേറ്റവും നന്നായി ജീവിക്കുക, മനുഷ്യനുമായി ചേർന്നുകൊണ്ട് സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുക, നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, നമ്മുടെ അയൽബന്ധങ്ങളെ ചേർത്ത് പിടിക്കുക, അതുപോലെ തന്നെ നമ്മളുമായിട്ട് ഇടപഴകുന്ന മനുഷ്യരോട് ഏറ്റവും നന്നായി പെരുമാറുക. അതാണ് യഥാർത്ഥത്തിൽ ദൈവം നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിന് പ്രത്യേക ഒരു ആരാധന ആവശ്യമുണ്ട് എന്നതല്ല. മനുഷ്യൻ ദൈവാരാധനയുടെ അവസാനത്തെ വശം എന്ന് പറയുന്നത് മനുഷ്യൻ നന്നായി ലോകത്ത് ജീവിക്കുക എന്നുള്ളതാണ്. അതിനാണ് എല്ലാ ആരാധനകളും വന്നിട്ടുള്ളത്. അപ്പോൾ അതിലെത്രത്തോളം നമുക്ക് പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞു? ഞാൻ ഇന്നലെയുള്ള എൻ്റെ സ്വഭാവത്തിൽ നിന്ന് പുതിയൊരു മനുഷ്യനാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ? എൻ്റെ സ്വഭാവത്തെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എൻ്റെ അസൂയ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എൻ്റെ തിന്മബോധത്തെ എനിക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എനിക്ക് മറ്റുള്ളവരെ കാണുമ്പോഴുണ്ട് അസൂയ അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ഒരുപാട് മനുഷ്യൻ്റെ മലീമസമായ ചുറ്റുപാടുകളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആ അവസ്ഥകളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ വിമോചനം നേടി ഒരു യഥാർത്ഥ പുതിയ മനുഷ്യനായി ദൈവത്തിൻ്റെ ഒരു അടിമയായിട്ട് മാറാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ഒരു പരിശോധന ഇതിൻ്റെ അവസാനത്തെ സമയത്തിലേക്ക് വരേണ്ടതുണ്ട്. രണ്ടാമത് അതിനോട് ചേർത്ത് വെക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ, നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു ജീവിതമുണ്ട് എന്ന് നമ്മൾ ധരിക്കുന്നുണ്ടെങ്കിൽ ആ ജീവിതത്തിൽ എന്താണ് എനിക്ക് നേട്ടമുണ്ടാവുക? ഞാൻ വിജയിയാണോ പരാജയപ്പെട്ടവനാണോ? അപ്പോൾ ആ വിജയിയാവുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യമായിട്ട് പറയുന്നത്. ഈ ലോക ജീവിതം നശ്വരമാണ്, വളരെ കുറച്ച് കാലമേ ഉള്ളൂ. ചില ആളുകൾ കുറച്ച് കാലം ജീവിക്കുന്നു, ചില ആളുകൾ കുറേ കാലം ജീവിക്കുന്നു. എത്ര കാലം ജീവിച്ചാലും 100 വർഷത്തിനപ്പുറം ജീവിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ജീവിച്ചു പോയ ഒരു മനുഷ്യൻ്റെ ജീവിതം ഇതോടുകൂടി അവസാനിക്കുന്നില്ല എന്ന് പഠിപ്പിക്കുകയും എന്നാൽ മറുലോകത്ത് മറ്റൊരു ജീവിതമുണ്ട് എന്ന് പഠിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ആ ജീവിതത്തിന് വേണ്ടി നമുക്ക് എന്ത് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്?
നമ്മളെന്ത് കരുതി വെപ്പാണ് നമുക്കുള്ളത്, എന്ത് സൽക്കർമ്മമാണ് നമുക്കുള്ളത്, എന്താണ് അതിനുവേണ്ടി നമ്മുടെ ഒരുക്കം എന്നതിനെക്കുറിച്ച് ആ ഒരുക്കത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം മനുഷ്യൻ്റെ ഏറ്റവും സുന്ദരമായൊരു ജീവിതത്തെക്കുറിച്ചുള്ള സങ്കല്പമാണ്. അതാണ് സ്വർഗമെന്ന് പറയുന്നത്. മറ്റൊന്ന് അധമ ജീവിതം. നമ്മൾ ഇവിടെ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവൻ പിടിക്കപ്പെടുന്നു, അവൻ ജയിലിലാക്കപ്പെടുന്നു, അവന് പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നു. ഇതേപോലെ തന്നെ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്ത് കൊണ്ടാണ് മരിച്ചു പോകുന്നതെങ്കിൽ, മരണപ്പെടുന്നതെങ്കിൽ അവന് മറുലോകത്ത് അതിന് ശിക്ഷ ഉണ്ടാകും എന്നുള്ളതും അത് ലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. തെറ്റ് ചെയ്ത ആളുകൾക്ക് ഒരിക്കലും ഇവിടെ സന്തോഷത്തോടെ സുഖത്തോടെ ജീവിക്കാൻ കഴിയില്ല. അവർ പിടിക്കപ്പെടും, അവർ ജയിലിലടക്കപ്പെടും, അല്ലെങ്കിൽ അവർക്ക് ശിക്ഷ വിധിക്കപ്പെടും. ഇതുപോലെ മനുഷ്യൻ തെറ്റുകളിൽ ഇവിടെ നിന്ന് പോകുന്ന ആളുകൾക്ക് അതിനെ നരകമെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നരകവും സ്വർഗവും എന്ന് പറഞ്ഞാൽ സുഖജീവിതവും ദുരിത ജീവിതവും. ഈ ദുരിത ജീവിതത്തിൻ്റെ ഉടമകളായിട്ടാണോ നമ്മൾ മാറിയിട്ടുള്ളത്, അതല്ല സുഖജീവിതം ആസ്വദിക്കാൻ വേണ്ടിയാണോ നമ്മൾ പോകുന്നത്? ഇതൊരു വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്? ഇവിടെ ഹാപ്പിയാണ്, ഇവിടെ സന്തോഷഭരിതമായി ജീവിച്ചു എങ്കിൽ നാളെ ഒരു ജീവിതമുണ്ട് എന്ന് വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുമ്പോൾ ആ ജീവിതത്തിൽ നമുക്ക് എന്ത് നേടാൻ കഴിഞ്ഞു? അവിടെ എനിക്ക് സുഖജീവിതമുണ്ടോ, എനിക്കവിടെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുമോ എന്നുള്ള ആലോചന കൂടി നമ്മളിവിടെ ഉണ്ടാകേണ്ടതുണ്ട്. ആ ആലോചനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവസാനത്തെ ഈ ദിവസങ്ങളിൽ അത്തരമൊരു സ്വർഗീയ ജീവിതത്തിലേക്ക്, ദുരിതപൂർണമായ ജീവിതത്തിൽ നിന്ന് സുഖജീവിതത്തിലേക്ക്, സന്തോഷപരമായ ജീവിതത്തിലേക്ക് എൻ്റെ ജീവിതത്തെ പരാവർത്തനം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ, അങ്ങനെ അതിനുള്ളൊരു തയ്യാറെടുപ്പ് എനിക്കുണ്ടായിട്ടുണ്ടോ എന്നത് ഈ അവസാന ദിവസങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ എത്രത്തോളം വിജയിക്കാൻ കഴിഞ്ഞു, നമ്മുടെ ഒരു സെൽഫ് അസസ്മെൻറ്റ് നമ്മൾ നടത്തേണ്ടതുണ്ട്. എനിക്ക് എത്രത്തോളം വിജയിക്കാൻ കഴിഞ്ഞു, എനിക്ക് എത്രത്തോളം എൻ്റെ പ്രവർത്തനങ്ങൾ നന്നാക്കാൻ കഴിഞ്ഞു, എനിക്ക് എൻ്റെ ജീവിതത്തിലെ ദുശ്ശീലങ്ങളെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു, എൻ്റെ അധമ പ്രവണതകളെ എനിക്ക് എത്രത്തോളം എടുത്തു മാറ്റാൻ കഴിഞ്ഞു, എന്നിട്ടെനിക്ക് മനുഷ്യനെ കാണുമ്പോൾ സന്തോഷമുണ്ടാകുന്ന, ആനന്ദമുണ്ടാകുന്ന, മനുഷ്യരോടൊപ്പം സന്തോഷത്തോടുകൂടി സമാധാനത്തോട് ജീവിക്കാൻ കഴിയുന്ന ഒരു മനസ്സിൻ്റെ ഉടമയായിട്ട് ഞാൻ മാറാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ നോമ്പ് അവസാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരേണ്ട ചിന്ത. ഒരു വിശ്വാസിയും ആ അർത്ഥത്തിലാണ് അവൻ്റെ ജീവിതത്തെ പരിശോധിച്ചു കൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ ആ ഒരു പരിശോധനയുടെ അനന്തരഫലം, അല്ലെങ്കിൽ ആത്യന്തികമായ ഏറ്റവും അവസാനത്തെ ഫലം നമ്മൾ കാത്തിരിക്കുന്നത് ഈ ലോക ജീവിതത്തിന് ശേഷമാണ്. അവിടെ എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും സുഖസന്തോഷപരമായ സ്വർഗീയ ജീവിതത്തിന് ഞാൻ അർഹനായിട്ടുണ്ടോ എന്നുള്ള ഒരു പരിശോധനയിലൂടെയാണ് ഈ അവസാനത്തെ ദിവസങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ആ അർത്ഥത്തിൽ നമ്മുടെ റമദാനിനെ, നമ്മുടെ വ്രതാനുഷ്ഠാനത്തെ, നമ്മുടെ ഉപവാസങ്ങളെ, നമ്മുടെ പട്ടിണി കിടക്കലുകളെ, നമ്മുടെ ദാഹങ്ങളെ ശമിപ്പിക്കാനുള്ള ത്വരയെ നമ്മൾ അടക്കി നിർത്തുന്നതിലൂടെ നമ്മൾ നേടിയ ഏറ്റവും വലിയ ഒരു കരുത്തെന്ന് പറയുന്നത് ആ സുഖജീവിതത്തിലേക്കുള്ള നമ്മുടെ കരുതിവെപ്പായിട്ട് മാറാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നത് നമ്മുടെ പരിശോധനയിൽ ഉണ്ടാകണം. നമ്മൾ ഒരു റിവൈസിങ് മെൻറ്റാലിറ്റിയിൽ നമ്മൾ ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തെ എപ്പോഴും പരിശോധിച്ചു കൊണ്ടിരിക്കണം. ആ പരിശോധന നമുക്കെപ്പോഴും നടത്താവുന്നതാണ്. റമദാന് ശേഷവും നമുക്കത് നടത്തിക്കൊണ്ടേയിരിക്കേണ്ടതുണ്ട്. അങ്ങനെ ഏറ്റവും നല്ല മനുഷ്യനായി തീരാൻ നമുക്ക് ഈ റമദാനിലൂടെ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ റമദാനെ ഒരു നല്ല ഒരു മനസ്സോടുകൂടി, ഒരു പീസ് ഓഫ് മൈൻഡോട്, നമ്മുടെ മനസ്സിന് വളരെ കുളിര് നൽകുന്ന ഒരു റമദാനായിട്ട് മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അനുഭവപ്പെടുന്ന ഒന്നായിട്ട് ഈ റമദാനെ മാറ്റി തീർക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും റമദാൻ വിട പറയുമ്പോഴുള്ള ഒരു ആശംസകൾ നേർന്നുകൊണ്ട് പെരുന്നാളിലേക്ക് അടക്കാണ്. അപ്പോൾ ഈദിൻ്റെ ഒരു ആശംസ കൂടി നേർന്നുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays.
Sebamed protects your skin.